ഭാരതം നൽകിയത് ഉചിതമായ മറുപടിയെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൗസ്തുഭ് ഗൺബോട്ടിന്റെ ഭാര്യ സംഗീത. ഭാരതത്തിലെ സ്ത്രീകളോട് ബഹുമാനാർത്ഥം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിനെ അഭിനന്ദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരിച്ചടി നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഭീകരരെ ഇല്ലാതാക്കണമെന്നും സംഗീത പ്രതികരിച്ചു. उन्होंने एक्शन लिया है वो अच्छा किया है और वो सिंधु नाम देके भी औरतों को सम्मान दिया है, वैसा है। याद करते वो भूल भी नहीं सकते वो दिन। हम अभी तक वो ही लेके मैं रोज रोते बैठती हूँ, डर लगा रहता है। अभी मुझे बहुत अच्छा लगा है पाकिस्तान के ऊपर जो हल्ला करने का मोदी ने सोच लिया है। वो तो हम देख रहे थे कि कब मोदी ये करता है, क्या करता है, युद्ध करता है उसकी। अभी अच्छा हुआ है मोदी ने जो किया है। मोदी जी का तक ये बात पहुंच गई है और मोदी जी ने अच्छा जवाब दे दिया है, उनको मुंह तोड़ जवाब दे दिया है। आतंकवादियों को तो उनको तो खत्म ही कर देना चाहिए। फिर उन्होंने आंख उठा के भी अपनी तरफ नहीं देखना चाहिए बस। ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, പ്രതികരിക്കുന്നവരെല്ലാം ഒരുപക്ഷെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പെട്ടുപോയവരുടെയൊക്കെയും വേണ്ടപ്പെട്ടവരുടെ പ്രതികരണവും അതുതന്നെയാണ്. ഉചിതമായ തീരുമാനം ഭാരതം കൈക്കൊണ്ടിരിക്കുന്നു. ഏറെ പക്വവും ശക്തവുമായ നടപടിയാണ് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ഭാരതം നടത്തിയിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ ഈ വാർത്ത കേട്ടുകൊണ്ട് ഉണർന്നവർക്കെല്ലാം വലിയ ആശ്വാസവും ഒപ്പം വലിയ അഭിമാനവുമാണ് അവർ പങ്കുവച്ചതൊക്കെയും. പക്ഷേ ഇനി എടുക്കാൻ പോകുന്ന നടപടികളിലേക്ക് ഇപ്പോൾ എത്രത്തോളം ഭാരതം സുസജ്ജമായി ഇരിക്കുന്നുണ്ട്, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ പുതുതായി എടുക്കുന്നുണ്ട്, മോക്ക് ഡ്രിൽ നടക്കാനിരിക്കുന്നു, അങ്ങനെ ഒട്ടേറെ നടപടികൾ ഇന്നത്തെ ദിവസം പ്രാധാന്യത്തോടെ നടക്കാനിരിക്കുന്നു, എന്തൊക്കെ വിവരങ്ങളുണ്ട്? വീണ, തീർച്ചയായും ഓരോ ഭാരതീയനെ സംബന്ധിച്ചും അഭിമാനകരമായ നിമിഷത്തിലൂടെ തന്നെയാണ് ഇന്നത്തെ പുലർച്ചെ കടന്നുപോയിട്ടുള്ളത്. കാരണം രാജ്യത്ത് വീണിട്ടുള്ള സ്വന്തം പൗരന്മാരുടെ ചോരയ്ക്ക്, പഹൽഗാമിൽ വീണിട്ടുള്ള സഹോദരന്മാരുടെ ചോരയ്ക്ക് കൃത്യമായ ഉചിതമായ മറുപടി ഭാരതം നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടം എന്നുള്ളത് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു തിരിച്ചടി കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകളിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് അതിനെ നിയന്ത്രിച്ചിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളിലാണ് ഭാരതത്തിന്റെ മിസൈലുകൾ ചെന്ന് പതിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം നാശനഷ്ടവും പ്രഹരവും ഭീകര കേന്ദ്രങ്ങളിലും ഭീകരവാദികൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. 10 മണിയോടുകൂടി നടക്കുന്ന ബ്രീഫിംഗിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിരോധ മന്ത്രാലയം തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം വീണ ചോദിച്ചതുപോലെ എത്രത്തോളം ഭാരതം സുസജ്ജമാണ് ഈ സൈനിക നടപടിക്ക് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സൈനിക നടപടി നടത്തുന്നതിന് ആ ഭീകരാക്രമണം നടന്ന തൊട്ട് നിമിഷം മുതൽ തന്നെ രാജ്യം സജ്ജമായിരുന്നു. പക്ഷേ രാജ്യത്തിനകത്ത് നടത്തേണ്ടിയിരുന്ന തയ്യാറെടുപ്പുകൾ, ഇത്തരത്തിലൊരു തിരിച്ചടി ഭീകരർക്ക് നൽകുമ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യവും അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കും. ഭീകരരുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം പ്രകോപനങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ രാജ്യത്തിനകത്ത് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കര, വ്യോമ, നാവിക സേനകൾ അതിർത്തി ഭദ്രമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സുരക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അതിർത്തി മേഖലയിൽ നുഴഞ്ഞുകയറ്റം 1% പോലും ഇല്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലകളിലെ ജനങ്ങളിലെ അവർക്ക് യാതൊരു തരത്തിലും പോറലേൽക്കാതിരിക്കാൻ ബങ്കറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വീകരിച്ചു വരികയായിരുന്നു. ഇന്ന് വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ വിവിധ മേഖലകളിൽ മോക്ക് ഡ്രിൽ നടക്കുന്നുണ്ട്. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, സംഘർഷമുണ്ടായാൽ, ഒരു ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം, രക്ഷാദൗത്യം എങ്ങനെ നടത്തണം, കൗണ്ടർ അറ്റാക്ക് എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ചെല്ലാം പരിശീലനം നൽകുന്ന തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകളാണ് ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്നത്. അത് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളെയും ഒപ്പം രാജ്യത്തെയും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ തയ്യാറെടുപ്പ് നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തിരിച്ചടി, കനത്ത തിരിച്ചടി ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ആ തിരിച്ചടിക്ക് പിറകെ പാകിസ്ഥാൻ സൈന്യം വലിയ രീതിയിൽ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
പൂഞ്ച് ബാരാമുള്ള സെക്ടറുകളിൽ വലിയ വെടിവെപ്പ് പാക് സൈന്യം നടത്തുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി തിരിച്ചടിയും മോട്ടാർ ഷെല്ലുകൾ ഉൾപ്പെടെ ഭാരതത്തിന്റെ സൈന്യം തിരിച്ചടിക്കുന്നുണ്ട് എന്നാണ് അതിർത്തിയിൽ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. രാജ്യ തലസ്ഥാനത്ത് ഇന്നും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം ഇന്നലെ നടന്ന ഈ ഒരു ഓപ്പറേഷൻ കൃത്യമായിട്ടുള്ള നിരീക്ഷണം പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും നടത്തിയിരുന്നു. അതിന് പിറകെ ഇന്നിപ്പോൾ വീണ്ടും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ചേരുന്നുണ്ട്. അതിൽ ഈ നൽകിയിട്ടുള്ള തിരിച്ചടി എത്രത്തോളം ശക്തമാണ് എന്നത് സംബന്ധിച്ചും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഘട്ടവും രാജ്യത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെയും പ്രതിരോധ നടപടികളുടെയും വിലയിരുത്തലും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പഹൽഗാമിൽ ഈ ഭീകരാക്രമണം നടന്നത്, പഹൽഗാമിന്റെ മണ്ണിൽ ഭാരതത്തിന്റെ മണ്ണിൽ മതം ചോദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിന് ഏത് രീതിയിലുള്ള മറുപടി നൽകും എന്നുള്ളത് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോഴാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലും കടന്നുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള ഭീകരർ തമ്പടിക്കുന്ന ക്യാമ്പുകളിലാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ സൈന്യം മിസൈലുകളും ബോംബുകളും വർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം ഭീകരർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വിശദമായ കണക്കുകൾ പുറത്തു വരാനുണ്ട്. പാകിസ്ഥാൻ ഇതിനോടകം വെറും 9 മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 6 ഇടങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങളും അക്രമങ്ങളും ഉണ്ടായി എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് എത്രത്തോളം കനത്ത പ്രഹരമാണ് ഉണ്ടായത് എന്നതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് പ്രതിരോധ മന്ത്രാലയം ഉടൻ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പഹൽഗാമിലെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ് എന്നുള്ളത് നേരത്തെ തന്നെ NIA-യും രാജ്യത്തെ അന്വേഷണ ഏജൻസികളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ മുൻകാലങ്ങളിലെ പോലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട്മെന്റ് പോലും നടക്കാത്ത സാഹചര്യമുള്ളതിനാൽ സാധാരണക്കാരെ ആക്രമിക്കുക, കശ്മീരിനെ വീണ്ടും അശാന്തമാക്കുക, യുവാക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടി ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ആസൂത്രണം ചെയ്യുകയും പാക് ചാരസംഘടനയായിട്ടുള്ള ISI നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ള ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ആ ഭീകരരെ രാജ്യത്തിന്റെ അതിർത്തി കടത്തി ഭാരതത്തിലേക്ക് അയച്ചിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളിൽ തന്നെ ഇപ്പോൾ മിസൈലുകൾ ഭാരതം വർഷിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുള്ളത്. ആ മറുപടി നൽകുമ്പോഴും ഭാരതത്തിന്റെ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരിക്കലും ഈ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഭാരതത്തിന്റെ സൈന്യം ലക്ഷ്യം വെച്ചിട്ടില്ല. അത്തരത്തിലൊരു അക്രമവും രാജ്യം നടത്തിയിട്ടില്ല എന്ന് ക്രിസ്റ്റൽ ക്ലിയറായി ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ, ഭാരതവും പാകിസ്ഥാനും തമ്മിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളും തമ്മിലോ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു യുദ്ധമല്ല ഭാരതം ആഗ്രഹിക്കുന്നത്. പകരം ഭീകരവാദികൾക്കുള്ള കനത്ത മറുപടിയാണ്. പക്ഷേ ആ മറുപടി ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ പ്രകോപനത്തിനും മറ്റു രീതിയിലുള്ള നടപടികളിലേക്കും കടന്നാൽ തുറന്ന യുദ്ധത്തിനും രാജ്യം തയ്യാറാണ് എന്ന പ്രഖ്യാപനം യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഇതിനോടകം അതിർത്തിയിൽ രാജ്യം നടത്തിയിട്ടുണ്ട്. അതായത് ഭാരതത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. പഹൽഗാമിൽ ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഭീകരശക്തികൾക്ക് കനത്ത പ്രഹരം നൽകാനും മറുപടി നൽകാനുമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. അത്തരം നടപടികളാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി മുൻപോട്ട് പോകുന്നത്. അതിനിടയിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനവുമായി വന്നാൽ തുറന്ന സംഘർഷത്തിലേക്ക് പോകുന്നതിന് യാതൊരു തരത്തിലുമുള്ള മടിയും ഭാരതത്തിനില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ പരിശോധിക്കേണ്ടത് ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി എന്തെല്ലാം തുടർ നടപടികൾ ഉണ്ടാകും. ഒപ്പം നയതന്ത്ര തലത്തിൽ രാജ്യം പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ള കനത്ത തീരുമാനങ്ങളുണ്ട്. അത് ഏത് രീതിയിൽ മുൻപോട്ട് പോകും? രാജ്യ തലസ്ഥാനത്തെ മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ പുരോഗമിക്കുന്നു. അതിൽ എന്തെല്ലാം വിലയിരുത്തലുകൾ ഉണ്ടാകും? കഴിഞ്ഞ ദിവസം രാത്രി ഈ പുലർക്കാലത്ത് നടത്തിയിട്ടുള്ള തിരിച്ചടിയിൽ എന്തെല്ലാം നടപടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്? അതിന്റെ ഭാഗമായുള്ള വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ ലഭ്യമാകും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ വരാനിരിക്കുന്നത്. ഒപ്പം രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിർത്തി മേഖലകളിൽ
കര വ്യോമ നാവിക സേനകൾ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സമുദ്ര അതിർത്തിയിൽ പടക്കപ്പലുകൾ തയ്യാറാണ്. കോസ്റ്റൽ ഗാർഡിന്റെ നിരീക്ഷണം നടക്കുന്നു. നാവികസേനയുടെ പരിശീലനം നടക്കുന്നുണ്ട്. വ്യോമ അതിർത്തിയിൽ വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അണിനിരന്നിട്ടുണ്ട്. കര മാർഗത്തിൽ യാതൊരു തരത്തിലും പ്രകോപനം സൃഷ്ടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അത്യാധുനിക മിസൈൽ ലോഞ്ചറുകളും ടാങ്കറുകളും ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് അതിർത്തി ഭദ്രമാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്ത് നിരീക്ഷണവും പരിശോധനകളും കർശനമാക്കി. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, ബംഗളൂരു തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ പരിശോധനയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഓരോ പൗരനെ സംബന്ധിച്ചും സുരക്ഷാ നടപടികൾ, പ്രതിരോധ നടപടികൾ ബോധവാന്മാരാക്കുന്നതിനുള്ള മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി വിവിധ മേഖലകളിൽ മോക്ക് ഡ്രിൽ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിൽ ഫിറോസ്പൂരിൽ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയിരുന്നു. അതിർത്തി മേഖലകളിൽ രാജസ്ഥാൻ, പഞ്ചാബ് അതിർത്തി മേഖലകളിൽ കരസേനയുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ഇനിയൊരു പ്രകോപനം അല്ലെങ്കിൽ ഈ തിരിച്ചടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രഹരം ഇനിയും തുടർന്നുമുണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഭാരതം ഈ നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. വീണ. അതേസമയം ജിഷ്ണു, ഭാരതം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരരെ തിരഞ്ഞുകൊണ്ടുള്ള സൈനിക നടപടി പെഹൽഗാമിൽ നടത്തുന്നതിനൊപ്പം തന്നെ പലതരത്തിലുള്ള നടപടികൾ പാകിസ്ഥാന് നേരെ സ്വീകരിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനം നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച വിവിധ നടപടികളാണ്. അതിനൊപ്പം തന്നെ അതിർത്തിയിൽ വൻതോതിലുള്ള സേനാ വിന്യാസവും നടത്തിയിരുന്നു. അപ്പോഴൊക്കെയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പ്രത്യാക്രമണത്തിലേക്ക് ഭാരതം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇന്ന് ഈ വെളുപ്പിന് 1:44 നടത്തുന്ന ഒരു ആക്രമണം, തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് അപ്രതീക്ഷിതമായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ കരുതിയിരിക്കുക, തുടർന്ന് വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി അടുത്ത നടപടികളിലേക്ക് കടക്കുക, അങ്ങനെ തന്നെ ആകുമോ ഭാരതം ആലോചിക്കുന്നത്? കാരണം ഇതിനോടകം തന്നെ ഈ തിരിച്ചടി നൽകേണ്ടതാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യയോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൃത്യമായി പക്വമായ തീരുമാനങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യം ഭാരതത്തിനുണ്ട്. ഇനിയും നമ്മൾ ഈ സേനാവിന്യാസമൊക്കെ തുടരുന്ന സാഹചര്യത്തിലും അതേസമയം പാകിസ്ഥാൻ അന്ന് തുടങ്ങി ഇന്നുവരെയും അതിർത്തിയിൽ ഇങ്ങനെ പ്രകോപനം തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പ്രകോപനങ്ങൾക്ക് തിരിച്ചടി നൽകി പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളതിനപ്പുറം ഇടയ്ക്ക് ഇത്തരം ആക്രമണങ്ങളിലേക്ക് കൂടി കടക്കുമോ? ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭീകര കേന്ദ്രങ്ങളാണ്. ഇനിയും ഇതുപോലെയുള്ള ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തികളിലുണ്ട്. അപ്പോൾ അതൊക്കെയും സ്പോട്ട് ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെയും കടക്കുന്നു എന്ന് നമുക്ക് കരുതാമോ? വീണ, തീർച്ചയായും അത്തരത്തിലുള്ള തിരിച്ചടികൾ ഭീകരശക്തികൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം, ഇപ്പോഴും അതിൻ്റെ ഔദ്യോഗിക പ്രതികരണങ്ങളിൽ, അത് പ്രധാനമന്ത്രിയാണെങ്കിലും വിദേശകാര്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ നടപടികൾ പരിശോധിക്കുമ്പോഴും ഭാരതം എന്ന രാജ്യം ഒരു രാഷ്ട്രത്തെയും അതിർത്തി കടന്ന് ആക്രമിക്കാനോ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാനോ ആഗ്രഹിക്കുകയോ അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു രാജ്യമാണ്. പക്ഷേ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ എടുത്തുകൊണ്ട് നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാനുള്ള പ്രാപ്തി ഇന്ന് ഭാരതത്തിനുണ്ട് എന്നുള്ളത് മുൻപും തെളിയിച്ചിട്ടുള്ളതാണ്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഉൾപ്പെടെ ഭാരതത്തിൻ്റെ പൗരന്മാരുടെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രകോപനം ഉണ്ടായാൽ, വെല്ലുവിളി ഉണ്ടായാൽ, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്താൽ കൃത്യമായ മറുപടി ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ ഭാരതം തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ അതിനൊരു മറുപടി ഉണ്ടാകും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ലാതിരുന്നു. അത് രാജ്യത്തെ ജനങ്ങൾക്കാണെങ്കിലും രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനാണെങ്കിലും അതെല്ലാം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, എന്തിന് പാകിസ്ഥാന് പോലും ബോധ്യമായിരുന്നു ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അതെന്നായിരിക്കും, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലോകം മുഴുവൻ കാത്തിരുന്നത്. ഒപ്പം ഭീകരർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഭാരതത്തിനൊപ്പമുണ്ട് എന്ന് വളരെ കൃത്യമായി തുറന്നു പറയാനും ഈ ഒരു സാഹചര്യത്തിലൂടെ സാധിച്ചു. നേരത്തെ തന്നെ ലോകരാഷ്ട്ര വേദികളിൽ, അത് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകളിലാണെങ്കിലും
ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും സാർക്കും ബ്രിക്സും G20 ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകളിലാണെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊരിക്കലും വിട്ടുപോകാത്ത വാചകങ്ങളാണ് ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം. ലോകരാഷ്ട്രങ്ങൾ ഭീകരതയ്ക്കെതിരെ അണിനിരക്കണമെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കണമെന്നും ആ പോരാട്ടത്തിന് നയിക്കാൻ ഭാരതം ഉണ്ടാകും എന്നുള്ളതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഭാരതത്തിനുള്ള പിന്തുണ അത് അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ചൈനയും തുർക്കിയും ഉൾപ്പെടെ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും ഭാരതത്തിന് നിരുപാധിക പിന്തുണ നൽകുകയും ഈ ഭീകരവാദ ശക്തികൾക്ക് കൃത്യമായ മറുപടി നൽകണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. നയതന്ത്ര തലത്തിലെടുത്തിട്ടുള്ള ശരി ജിഷ്ണു, ഞാൻ ജിഷ്ണുവിലേക്ക് വരാം. ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ കൂടിയായ KP ഫാബിയൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഫാബിയൻ, ഭീകരരുടെ അടിവേരിളക്കാൻ കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഈ ഇന്നത്തെ ആക്രമണത്തിലൂടെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 9 ഇടങ്ങളിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ബഹാവൽപൂർ അടക്കം 9 ഇടങ്ങളിലേക്കാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ സാധിച്ചിരിക്കുന്നത്. അതും ഒരുപക്ഷെ ഈ ആക്രമണം നടന്ന് ഈ 14 ദിവസത്തിനിടെ വിവിധ നയതന്ത്ര തലത്തിലെടുത്ത തിരിച്ചടികൾക്ക് ശേഷം കൃത്യമായ സേനാ വിന്യാസങ്ങൾക്കും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയ്ക്കും ഒടുവിൽ നടത്തിയ ഈ ആക്രമണം ഏറ്റവും പക്വമായ ഒരു തീരുമാനം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഭാരതം അത് നടപ്പിലാക്കിയിരിക്കുന്നു. അങ്ങനെയല്ലേ കരുതേണ്ടത്? ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെയുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നതെന്ന്. അപ്പോൾ പാകിസ്ഥാനിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇത്ര കുട്ടികളും ഇത്ര സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്. അതൊന്ന്. രണ്ടാമത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് തക്കതായൊരു മറുപടി തരുമെന്ന്. മൂന്നാമത് അവർ ഷെല്ലിംഗ് കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് 1, 2, 3 സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ പാകിസ്ഥാനിന് നമ്മൾ ഒരു ഇതിനെ ഷെല്ലിംഗ് അല്ലാതെ ഉള്ള ഒരു തിരിച്ചടി പരീക്ഷിക്കേണ്ടതാണ്. അതിനെ എതിർക്കാനുള്ള സംരംഭങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് നിൽക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായിട്ടും 1-2 ദിവസത്തിനകം ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി തെളിവാകും. പക്ഷേ വേറൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. വൻ ശക്തികൾ അമേരിക്ക, റഷ്യ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധം അവർക്ക് അതിൽ താല്പര്യമില്ല. അവർക്ക് അതിനെതിരാണ്. അപ്പോൾ യുദ്ധമുണ്ടായാൽ 1-2 ദിവസത്തിനകം ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി അതിനുള്ള തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഇവർ രണ്ടുപേരും സീസ്ഫയറിന് സമ്മതിക്കാൻ സമ്മർദ്ദം ചെലുത്തും. രണ്ടുപേർക്കും അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു നീണ്ട യുദ്ധം ഞാൻ കാണുന്നില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ KP ഫാബിയൻ പ്രതികരിച്ചതിന്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം പാകിസ്ഥാൻ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് അവരും കടക്കുമ്പോൾ എന്തായിരിക്കണം ഭാരത നിലപാട് എന്ന കാര്യം കൂടി ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.